ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഒന്നുമില്ലായ്മയിൽ നിന്നും അതിസമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് ഈ നക്ഷത്ര ജാതകർ കുതിക്കും. അതായത് ഇന്ന് 10-ാം ഉദയം. 10-ാം ഉദയത്തിൽ 10:30 മാറ്റോടെ പൊന്നും പണവും ഈ നക്ഷത്ര ജാതകർ വാരിക്കൂട്ടും. മേട 10-നാണ് 10-ാം ഉദയം വരുന്നത്. അന്നേ ദിവസം സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം. സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് ഈ ദിവസമാണ്. മേടം രാശി സൂര്യൻ്റെ ഉച്ചരാശിയാണ്. അതിൽ തന്നെ മേടം 10-ആണ് അത്യുച്ചം. ഇതിൻ്റെ നേരെ വിപരീത ഫലമാണ് തുലാം 10. സൂര്യന് ഏറ്റവും ബലം കുറഞ്ഞു വരുന്ന ദിവസമാണ് തുലാം 10. സൂര്യൻ്റെ അതിനീചം എന്നാണ് ജ്യോതിഷത്തിൽ ഇതിനെ പറയുന്നത്. നിങ്ങൾക്കേതു ശുഭകാര്യവും ആരംഭിക്കുവാൻ കഴിയുന്ന ഉത്തമ ദിവസമാണ്. ശുഭകാര്യം തുടങ്ങുന്നതിന് മുന്നേ ഗണപതി ഭഗവാനോടൊപ്പം സൂര്യദേവനെ സ്മരിക്കുന്നതും ഗുണകരമാണ്. അതുപോലെ 10-ാമതേ ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി ദീപം കണി കാണുന്നത് വളരെയധികം ഉത്തമമാണ്. പ്രത്യേകിച്ചും ദീർഘകാലത്തെ പ്രവൃത്തികൾക്ക് തുടക്കമിടാവുന്ന ശുഭദിനം കൂടിയാണ്. ഇനി 10-ാമുദയ രാശി ഫലം നോക്കാം. ഞാനീ പറയുന്ന 5 രാശിയിൽപ്പെട്ട ആളുകളാണ് അതിസമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് കുതിക്കുന്നത്. ആദ്യം മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്ര ജാതകരാണ്. ഇവർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ഇനി വന്നു ചേരും. അതായത് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കുകയും ബന്ധുഗുണം അനുഭവിക്കുവാനും കഴിയുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരിയുടെ അംഗീകാരം ലഭിക്കും. അതുപോലെ നിങ്ങളുടെ ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽ തേടുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ബന്ധുജനങ്ങളിൽ നിന്നും കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ആശ്വാസം ലഭിക്കുന്ന കാലമാണ്. ഗൃഹോപകരണങ്ങൾ പുതിയതായി വാങ്ങുവാൻ സാധിക്കും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അസ്വാരസ്യങ്ങളും ശമിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ബന്ധുജന സഹായം ലഭിക്കും. ഗൃഹനിർമ്മാണത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും പഠനത്തിലുള്ള കുട്ടികൾക്ക് വളരെ വലിയ മികവ് പുലർത്തുവാനും സാധിക്കുന്ന കാലമാണ്. പ്രധാനമായും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം മാറി സാമ്പത്തികമായി ഉന്നമനമുണ്ടാകും. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ഈ 3 നക്ഷത്ര ജാതകർക്കും നിങ്ങളുടെ പ്രധാന തൊഴിലിൽ നിന്നല്ലാതെ തന്നെ ധനവരുമാനം പ്രതീക്ഷിക്കാം. അതായത് ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ് പോലുള്ള അപ്രതീക്ഷിത ധനവരുമാനം വന്നു ചേരും. പരിക്ക്, രോഗാതി ദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്നും വിട്ടുനിന്നിരുന്ന ആളുകൾക്കും തിരികെ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. ഔഷധങ്ങളിൽ നിന്നും അലർജി പിടിപെടുവാൻ ഇടയുള്ള കാലമായതിനാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുക. ഗൃഹത്തിൽ വളരെയധികം ശാന്തത കൈവരും. സാമ്പത്തികമായി വളരെയധികം ഉന്നമനം ഉണ്ടാകുന്ന കാലം കൂടിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അവിചാരിത ധനലാഭം, ഈയൊരു സാമ്പത്തിക നേട്ടം വഴി നിങ്ങളുടെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും ശമിക്കും. പുണ്യസ്ഥല സന്ദർശനമുണ്ടാകും. അതുപോലെ സന്താനങ്ങൾക്കായി പണം ചെലവഴിക്കുവാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് മാതൃഗുണമുണ്ടാകും. അതുപോലെ ജീവിത പങ്കാളി വഴിയും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം തിരികെ കിട്ടുന്ന ദിവസങ്ങളാണ്. തൊഴിൽപരമായും നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ദൃശ്യമാകും. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. മേലധികാരികൾ, തൊഴിൽ ഉടമകൾ എന്നിവരിൽ നിന്നും അനുകൂലമായ നടപടികൾ വന്നു ചേരും. യാത്രകൾ വേണ്ടിവരുന്ന കാലമാണ്. പ്രത്യേകിച്ചും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്ന ആളുകൾക്കും സൽസന്താന ഭാഗ്യമുണ്ടാകും.
ഭൂമി വിൽപ്പനയിൽ നല്ല തീരുമാനം പ്രതീക്ഷിക്കാം. അതുപോലെ ഏജൻസി പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും ധനനേട്ടമുണ്ടാകും. പൊതുപ്രവർത്തനങ്ങളിൽ പ്രശസ്തി വർദ്ധിക്കുന്നതാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും മറികടക്കുവാൻ കഴിയുന്നതാണ്. കുടുംബ സൗഖ്യ വർധനവ്, ബിസിനസ്സിൽ പുരോഗതി, താൽക്കാലിക ജോലിയിലുള്ള ആളുകൾക്ക് സ്ഥിര ജോലിയായും മാറുന്നതാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഈ ഒരു സമയത്ത് വിജയമുണ്ടാകും. അതുപോലെ പരീക്ഷാ വിജയം, ഉദ്യോഗസ്ഥരുടെ പ്രീതി, സാമ്പത്തിക നേട്ടം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ 3 നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് പൊതുവെ എല്ലാവിധ കാര്യങ്ങളിലും ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രത്യേകിച്ചും നിങ്ങളുടെ സൗമ്യമായ പെരുമാറ്റം മൂലം ഏവരുടെയും പ്രശംസ നേടുവാൻ കഴിയുന്നതാണ്. അതുപോലെ സഹോദര സ്ഥാനീയർ മുഖേന കാര്യസാധ്യമുണ്ടാകും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്കും വളരെയധികം നേട്ടമുണ്ടാകുന്നതാണ്. അതായത് നിങ്ങളുടെ മനസ്സിനിണങ്ങിയ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കും. ഗൃഹ അന്തരീക്ഷം വളരെയധികം തൃപ്തികരമായി മാറുന്നതാണ്. വാഹന സംബന്ധമായ ചില ചിലവുകൾ വന്നുചേരും. ദാമ്പത്യ ജീവിതത്തിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ കുടുംബത്തിൽ വളരെയധികം ഐക്യം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രഹിതരായ ആളുകൾക്കാണെങ്കിലും താൽക്കാലികമായ ഒരു ജോലി ലഭിക്കും. തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരെയധികം യാത്രകളും ഉണ്ടാകും. തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് മുൻകാല സമ്പാദ്യങ്ങളിൽ നിന്ന് തന്നെ ധനലാഭമുണ്ടാകും. അതുപോലെ സന്താനങ്ങളാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്ന കാലമാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം, ചതയം, പോരുരുട്ടാതി എന്നീ 3 നക്ഷത്ര ജാതകരായ കുംഭരാശിക്കാർക്ക് ആരോഗ്യപരമായി വളരെയധികം അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം മാറും. വിവാഹം ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ്. തൊഴിൽപരമായും വളരെയധികം മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അനാവശ്യമായ മാനസിക ഉത്കണ്ഠ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇവയെല്ലാം വിട്ടൊഴിയുന്നതാണ്. സൗഹൃദപരമായും വളരെയധികം സഹായം വന്നു ചേരും. ദ്രവ്യലാഭത്തിനുള്ള സാധ്യതയുണ്ട്. ഗൃഹത്തിൽ വളരെയധികം സമാധാന അന്തരീക്ഷം കൈവരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും മികച്ച നേട്ടം കൊയ്യുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടും. യാത്രകൾ വഴി വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കടങ്ങൾ വീട്ടുവാൻ ഒരു പരിധിവരെ കഴിയുന്നതാണ്. തൊഴിൽപരമായും വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. വരവിനേക്കാൾ നിങ്ങൾക്ക് ചെലവ് അധികരിക്കുമെങ്കിലും ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ആരോഗ്യപരമായി ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകൾക്കും ശമനമുണ്ടാകും. ഭൂമി വിൽപ്പനയിൽ നല്ല തീരുമാനമെടുക്കുവാൻ കഴിയുന്നതാണ്. ഏജൻസി പ്രവർത്തനങ്ങളിൽ ലാഭം. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് ഉത്തമ ബന്ധം വന്നുചേരും. അതുപോലെ തന്നെ സന്താനങ്ങളാൽ വളരെയധികം ഗുണം അനുഭവിക്കുവാനും കഴിയുന്നതാണ്. ബിസിനസ്സിൽ പുരോഗതി, പ്രവർത്തനങ്ങളിൽ വിജയം, അപ്രതീക്ഷിതമായ ധനനേട്ടം എന്നിവ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.